ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിക്കാൻ കഴിയില്ലെന്നും അപകീർത്തി കേസ് മാത്രമായേ പരിഗണിക്കാൻ കഴിയൂവെന്നും പാലാരിവട്ടം പോലീസ് കോടതിയെ അറിയിച്ചു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി കേസ് വിധി പറയാൻ ഈ മാസം 27 മാറ്റി. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, എഫ്ഐആർ ഇട്ട് കേസ് എടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. എന്താണ് പോലീസിന്റെ വിശദീകരണം? ആര്യ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. അതായത് നേരിട്ട് എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന നിലപാട്. നേരത്തെ അൻസിബ 2 പേർക്കെതിരെയാണ് പരാതിയുമായി രംഗത്ത് തരുന്നത്. ശ്വേതാ മേനോനെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും പരാതി ഉന്നയിക്കുന്നു. അതായത് യൂട്യൂബ് ചാനലിലൂടെ അശ്ലീല പരാമർശം നടത്തി അപകീർത്തിപ്പെടുത്തി, ഈ 2 പേരും ചേർന്ന് അപകീർത്തിപ്പെടുത്തി എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതി. അൻസിബ ഹസൻ തുടക്കത്തിൽ പാലാരിവട്ട പോലീസിനാണ് പരാതി നൽകുന്നത്. പാലാരിവട്ട പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയതിന് പിന്നാലെ അൻസിബയ്ക്ക് മറുപടി നൽകിയിരുന്നതാണ്. അതായത് ഇതിൽ കേസെടുക്കാൻ കഴിയില്ല, നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അൻസിബ ഹസൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. അവിടെയാണ് ഇപ്പോൾ പോലീസ് സമാനമായ വിധത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് അപകീർത്തികരമായിട്ടുള്ള കേസായിട്ട് മാത്രമേ ഇതിനെ പരിഗണിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇടാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ ഈ റിപ്പോർട്ട് ഈ മാസം അടുത്തയാഴ്ച കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കോടതി എന്താണ് നിലപാടെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, അതെ. ഇനി കോടതിയുടെ നിലപാടിനായി കാത്തിരിക്കാം. SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.